ഗായ്സ്, വെൽക്കം ടു തക്രൂസ് വേൾഡ്. തക്രൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോണത് ബാങ്കിലേക്കാണ്. പിന്നെ നമുക്ക് സ്കൂളിലേക്ക് പോകണം. തക്കുടൂൻ്റെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ വഴിയെ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ആദ്യം തന്നെ പോയത് SBI ബാങ്കിലാണ്. ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസം പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നാളെ വായോ, നാളെ വന്നാൽ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ATM ശരിയാക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഞാൻ വന്നേക്കുക കേട്ടോ SBI ബാങ്കിൽ. ഇവിടെ വന്നപ്പോൾ അവർ ശരിയാക്കി തന്നിരുന്ന സംഭവം, പക്ഷെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിള്ളേരിനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും കാര്യം നടന്നു. നമ്മൾ കുറച്ച് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇക്കാതെ പിള്ളേരായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിള്ളേരെ വെച്ചെങ്കിൽ ഭയങ്കര കരച്ചിലും കുറുമ്പ് കാണിക്കലും. അപ്പോൾ എനിക്കച്ഛൻ കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ വെച്ചിട്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇക്ക അവിടെ നോക്കിയിരിക്കട്ടെ കുട്ടികളെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ തക്കുടൂൻ്റെ സ്കൂളിലേക്കാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് നല്ല ദാഹമുണ്ടെന്ന്, നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് മഴയേ ഉണ്ടായിട്ടില്ല. അപ്പോൾ 2 ദിവസം മഴ പെയ്താൽ പിന്നെ മഴ പെയ്യില്ല. എന്താണാവോ മഴയ്ക്ക് പറ്റിയത്. മഴ 2 ദിവസം വന്നിട്ട് ഞാനിവിടെ ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ കരിമ്പും ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ അവിടെ തന്നെ ലോട്ടറി വിൽക്കണ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ലോട്ടറി വേണ്ടാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ആൾ നിർബന്ധിപ്പിച്ചിട്ട് ചിലപ്പോൾ ഭാഗ്യം നിങ്ങളെ തേടി വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലോട്ടറി ഇടിപ്പിച്ചു കേട്ടോ. അത് അവരുടെ കഴിവ്, നമ്മളെ കൊണ്ട് ലോട്ടറി ഇടിപ്പിക്കേണ്ടത്. നമുക്ക് ശരിക്കും ലോട്ടറി എടുക്കാനൊന്നും പാടില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ ഇടയ്ക്കൊന്നും എടുക്കാറുണ്ട്. കാരണം നമുക്ക് പൈസ ഒക്കെ ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്കൊരു വീടൊക്കെ വേണ്ട. പെട്ടെന്ന് ലോട്ടറി അടിച്ചിട്ട് പൈസ കിട്ടി നമുക്ക് വീടൊക്കെ ഉണ്ടാവുമല്ലോ വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ തക്കുടൂൻ്റെ സ്കൂളിലേക്കാട്ടോ വന്നേക്കുന്നത്. ഇതാണ് തക്കുടൂൻ്റെ സ്കൂൾ. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാട്ടി തന്നിട്ടില്ലേ. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഉൾവശം ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാട്ടിത്തരാം ഉൾവശമൊക്കെ സ്കൂളിൻ്റെ. അപ്പോൾ അവിടെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. അപ്പോൾ 4ാം ക്ലാസ് വരെ ഇവിടെ ഉള്ളൂ. LKG തൊട്ടിട്ട് 4ാം ക്ലാസ് വരെ. അപ്പോൾ ഇതിന് മുകളിലത്തെ ഭാഗത്തായിട്ട് അവൻ്റെ ക്ലാസ്. ഇതല്ല, അപ്പുറത്തെ സൈഡിലാണ് അവൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ ചെന്ന അന്ന് തന്നെ ടീച്ചർ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യിപ്പിച്ചു കേട്ടോ. ഇവരുടെ സ്കൂൾ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. തക്കുടൂസിൻ്റെ സ്കൂളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. നല്ല സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ ഫുൾ അവൻ ചുറ്റി കണ്ടു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മാല മാറ്റാൻ വേണ്ടി വന്നേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാലൊക്കെ വേറെ വാങ്ങിക്കണ്ടല്ലോ, അത് എവിടെ നിന്നാണ് പൈസ എന്ന്. യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണേന്ന്. ഒരിക്കലും അല്ല കേട്ടോ. യൂട്യൂബ് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. നമുക്ക് അത്രയും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ കഴുത്തിലൊരു മാല കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ മാല എടുക്കാൻ വേണ്ടി വന്നേക്കുക കേട്ടോ. അപ്പോൾ മുമ്പത്തെ മാലയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബലം പോലെ കിടക്കുകയാണ്. തീരെ അഴയണില്ല അത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ബെൻഡായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇത് എടുത്ത കടയിൽ തന്നെ കൊടുന്ന് മാറ്റുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകരം ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരു ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള മാലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് വെയിറ്റൊക്കെ മറ്റേ മാലേൻ്റെ വെയിറ്റ് തന്നെയാണ്. നമ്മൾ മാറ്റിയെന്ന് മാത്രമുള്ളൂ കേട്ടോ മാല. അപ്പോൾ ഡെയിലി യൂസിൻ്റെ മാല നോക്കിയതിൽ എനിക്കിഷ്ടപ്പെട്ട 2 മാലകളാണ് കേട്ടത്. അപ്പോൾ ഇതിലത്തെ ഒന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ 2 ഏതാണെന്ന് എടുത്തതെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യിട്ടാ. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാട്ടിത്തരാം ഏതെടുത്തതെന്ന്. ഞാൻ അവിടെ ഇരുന്നിട്ട് മാല സെലക്ട് ചെയ്യേണ്ട ഗ്യാപ്പിലിക്ക കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കുടൂന് സ്കൂളിൽ ചേർത്തുമ്പോൾ വേണ്ട ബാഗ് കൊടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ 2 സംഭവങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ മാലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തക്കുടുണ്ട് ബാഗൊക്കെ ഇട്ടിട്ട് വരുന്നു. അവന് ഭയങ്കര സന്തോഷമായിട്ടാണ് ബാഗൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഉറങ്ങുമ്പോൾ പോലും ആ ബാഗ് ഇട്ടിട്ടാണ് അവൻ കിടക്കുന്നത്. അതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ബാഗ് എവിടെ ചോദിച്ചിട്ട് കരയൂട്ടാ. 2 ദിവസം ഭയങ്കരമായിട്ട് ആ ബാഗ് കൊണ്ട് നടക്കുന്നുണ്ട് അവൻ. അതുപോലെ തന്നെ റോയൽ ജ്വല്ലറിയിൽ നിന്നാട്ടോ നമ്മൾ ഗോൾഡൊക്കെ എടുക്കാറ്. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ യാത്ര പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ വന്നത് തെക്കേക്കര സിൽവർ ജ്വല്ലറിക്കാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കൈച്ചെയിൻ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഉണ്ണിയോൾക്ക് തക്കുടൂൻ്റെ ബർത്ത്ഡേ ആയിട്ടാണ് വരാൻ പോണത് 20-ാം തീയതി. അപ്പോൾ അവന് കൈച്ചെയിൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുക വെച്ചിട്ട് കൈച്ചെയിൻ മേടിക്കാൻ വേണ്ടി വന്നേക്കണം. അങ്ങനെ തന്നെ റിച്ചുവിനും ഒരു കൈച്ചെയിൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് കൈച്ചെയിൻ. അപ്പോൾ ഇക്ക അങ്ങനെ പണിയെടുക്കുന്ന പൈസ സേവ് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിച്ചതാട്ടോ ഈ കൈച്ചെയിൻ. കാരണം അവൻ്റെ കൈച്ചെയിൻ ഉണ്ടായിരുന്നു പൊട്ടിയപ്പോൾ പിന്നെ ഞങ്ങളത് കൊടുത്തിട്ട് പിന്നെ വേറെ വാങ്ങിക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊട്ട് അവനെ ഇങ്ങനെ കൈച്ചെയിൻ ഇല്ലാണ്ട് അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു സങ്കടം പോലെയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പണിയെടുക്കുന്ന പൈസ ഇങ്ങനെ സേവ് ചെയ്തിട്ട് അവർക്ക് ഓരോ കൈച്ചെയിൻ മേടിച്ചു കൊടുത്തു കേട്ടോ. ബർത്ത്ഡേ അല്ലേ വരണ വെച്ചിട്ട്. അതുപോലെ റിച്ചുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴും ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവന്. അപ്പോൾ അവനും ഒരു കൈച്ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സിൽവറിൻ്റെ ആണ് കേട്ടോ. ഗോൾഡൊന്നും വാങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഗോൾഡിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ. അപ്പോൾ ഗോൾഡിൻ്റെ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ വെള്ളീൻ്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വലിയ വലിയ മാലകൾ, ആവേശം സിനിമയില്ലേ അതിലത്തെ മാലൊക്കെ ഇല്ലേ, ഫഹദ് ഫാസിൽ ലാസ്റ്റ് ഇടുന്ന സിൽവറിൻ്റെ മാലൊക്കെ അതേപോലത്തെ മാലകൾ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ, ഭയങ്കര കട്ടിയിലൊക്കെ. പിന്നെ സിൽവറിൻ്റെ കുറേ വിളക്ക്, പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെ വലിയ വലിയ ഈ തമ്പുരാന്മാരൊക്കെ ഉപയോഗിക്കില്ലേ, അവരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കിണ്ടികൾ, കുടങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ വെള്ളിൻ്റെ. ഇതൊക്കെ ആരങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകാന്നാവോ. പക്ഷെ എന്തായാലും ഒരു ഭയങ്കര വെറൈറ്റി പോലെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാം കേട്ടോ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഇക്ക ചിക്കൻ ബിരിയാണി, ഞാൻ ബീഫ് ബിരിയാണി ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കണില്ല, എനിക്ക് വേണ്ടാന്നാണ് പറഞ്ഞ ഫുഡ് ഞാൻ. അപ്പോൾ എന്നാൽ എൻ്റെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തക്കുടിന് കൊടുക്കുക പറഞ്ഞിട്ട് ഇക്കാൻ വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചതാട്ടാ. എനിക്കങ്ങനെ വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂച്ചേൻ്റെ തീറ്റ വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പൂച്ചേൻ്റെ തീറ്റ വാങ്ങുന്നത്. അപ്പോൾ പൂച്ചയ്ക്ക് തീറ്റയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മുത്തൂറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് വണ്ടീൻ്റെ അടവ് ഇടാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേക്കാം. എന്നാലും നമ്മൾ ഇവിടെ വന്നിട്ട് അടയ്ക്കുകയാണ് ചെയ്യാറ് വണ്ടീൻ്റെ അടവ്. അല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ ആൾക്ക് അയച്ചു കൊടുക്കട്ടെ ചെയ്യാറ് പൈസ. നേരിട്ടിട്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ പോവില്ല മാസം മാസം. നമ്മുടെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഒരു സ്കീം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ വന്നിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ ആരാണ് നോക്കുന്നത് ആൾക്ക് പൈസ അയച്ചു കൊടുക്കട്ടെ ചെയ്യുക. അക്കൗണ്ടിൽ നിന്നാകുമ്പോൾ മാസം മാസം തന്നേക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് പോവും. ഇതങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് നേരിട്ട് കൊണ്ടുപോയി അടയ്ക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത മാല. എങ്ങനെയുണ്ട് മാല എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു നോസ് പിന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിച്ചത്. പിന്നെ ഇക്ക അവർക്ക് വേണ്ടിയിട്ടുള്ള കൈച്ചെയിനും മാലയൊക്കെയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. ആകെ ടയേർഡായി കണ്ട ഉണ്ണിയോളൊക്കെ ഒന്ന് കരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റിച്ചുവിനൊക്കെ ഡ്രസ്സൊക്കെ മാറിയെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കുകയാണ്. അപ്പം ഇനി നേരെ ഇക്കാൻ്റെ വീട്ടിലേക്കും കൂടിയും പോകണം. കാരണം ഇക്കാൻ്റെ പെങ്ങളവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ തക്കുടൂസിനും കുറച്ച് അല്ലറ ചില്ലറ സാധനം കൂടി വാങ്ങാണ്ട് കേട്ടോ. അവന് ടിഫിൻ ബോക്സ്, ഷൂവ്, പിന്നെ യൂണിഫോം അടിക്കാൻ കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വയ്യാണ്ട് ഈ കുറേ നടന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് നല്ല വെയിലുണ്ട് ഇപ്പോൾ. വെയിലത്ത് നടന്നിട്ട് പിന്നെ നമ്മുടെ റിച്ചൂസിന് ഉറക്കം വന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് അവനും ഇടങ്ങാറാക്കുകയാണ് വണ്ടിയും ഇരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചും കൂടിയും കഴിയാണ്ട് ഏകദേശം കുറേയൊക്കെ കഴിഞ്ഞു പരിപാടികളും പർച്ചേസിങ്ങും ഒക്കെ. അപ്പോൾ ഇനി ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ണിക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുക്കണം. പ്രസവിച്ച് എടുക്കണം. ഉണ്ണിക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം. മുഖമൊന്നും ആരുടെ അധികം കാണില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആരും മുഖമൊന്നും അങ്ങനെ കാണിക്കില്ല. വല്ല കല്യാണം, ഫംഗ്ഷൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുഖം കാണിക്കുന്നല്ലാണ്ട് ആരും മുഖമൊന്നും അങ്ങനെ കാണിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ണിവാവനൊക്കെ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്കാൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉണ്ണിക്കാണ്. അപ്പോൾ പിന്നിക്കെട്ടി കാര്യങ്ങൾ, പിന്നെ ഉടുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ണികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കട്ടെ. കാരണം എന്താ വെച്ചിട്ട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പിന്നിക്കെട്ടി പറയുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെയൊക്കെ തക്കുടൂനും പിന്നിക്കെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചുവിനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടറിയാം. ഞാൻ റിച്ചൂസിന് അങ്ങനെ പിന്നിക്കെട്ടിയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. തക്കുടൂൻ്റെ എല്ലാ ഡ്രസ്സും റിച്ചുവിന് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത കുട്ടിക്കും ആ ഡ്രസ്സ് തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ണിക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ണീനെ കാണാൻ വേണ്ടി പോയി. എനിക്കാ ചെയ്യും ഭയങ്കര പനി പോലെ ഉണ്ട് കേട്ടോ. അതാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശബ്ദം അങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിഭാവൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ.